ചക്ക പഴുക്കുമ്പോൾ 140 വരുന്ന പൂയിച്ചയുടെ മനസ്സോടെ ഇതേണ്ടേ വൈൻ ഐസ്ക്രീം കണ്ടപ്പോൾ എനിക്ക് എന്നെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ഈ കണ്ട തണുപ്പൊക്കെ പോരാഞ്ഞിട്ടും എനിക്ക് വൈൻ ഐസ്ക്രീം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം. എൻ്റെ ആക്രാന്തം മനസ്സിലാക്കിയിട്ട് കടക്കാരന് നല്ലതോതിൽ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് ഒട്ടും പിശുക്കില്ലാതെ വേണ്ട നല്ലൊരു വൈൻ ഐസ്ക്രീം എടുത്തു തന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ വൈൻ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തത്. ലോകത്ത് വൈൻ മേക്കിങ്ങിൻ്റെ ജന്മസ്ഥലമാണ് ജോർജിയ. അവർ വൈൻ മേക്കിങ്ങിൽ പുല്ലികളാണെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഐസ്ക്രീം ഒരു എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി സ്വീറ്റ് ഒന്നുമല്ല, പക്ഷെ ഇഷ്ടപ്പെടും. പിന്നെ വേണ്ട നമ്മുടെ മൾഡ് വൈൻ അല്ലെ ഗ്ലിൻ വൈൻ. ഇത് ഞാൻ ഒരാഴ്ച മുന്നേ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് ജോർജിയയ്ക്ക് പോയത്. അപ്പോൾ എന്നായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഇതിങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും, തിളപ്പിക്കുകയല്ല, ഇങ്ങനെ പയ്യെ ചെറിയ തീയിൽ ഇങ്ങനെ ചൂടായി. അപ്പോൾ ഈ നല്ല തണുപ്പത്ത് നല്ല ചൂട് മൾഡ് വൈൻ, ആഹാ, മനസ്സിന്ന് വരെ ആവി പറക്കും. പിന്നെ ഈ ക്രിസ്മസ് മാർക്കറ്റും കണ്ട് മൾഡ് വൈനും സിപ്പ് ചെയ്ത് ഒരു നടപ്പാണ്. അതൊരു അനുഭവം തന്നെയാണ് കേട്ടോ. മെറിഗോ റൗണ്ട് കണ്ടപ്പോൾ ഓർക്കുമായിരുന്നു, ഞാൻ ഇതിൽ ജമ്മത്ത് കയറിയിട്ടില്ലല്ലോ. പിന്നെ സാൻഡയുടെ കൂടെയും ഒരു കാലത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസിന്റെ ഇടയിൽ കൂടാണ് നടന്നെങ്കിലും മനസ്സിനകത്ത് മൊത്തം പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിസ്മസിന്റെ ഓർമ്മകളായിരുന്നു കേട്ടോ.